വിദേശ ആധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യക്കാർ സമരം ചെയ്തതുപോലെ കേരളത്തിലെ നസ്രാണി സഭയെ വിദേശ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ഇവിടുത്തെ നസ്രാണികൾ ദീർഘകാലം സമരം ചെയ്തു. നസ്രാണി സഭയിലെ മഹാരഥന്മാരായ ഏതാനും വൈദികരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. സഭയ്ക്കെതിരെ ആഞ്ഞടിച്ച ശീഷ്മകൾക്കെതിരെയും സഭയുടെ സ്വയംഭരണത്തിനു വേണ്ടിയും സ്വന്തം സമൂഹത്തിൽപ്പെട്ട മെത്രാനു വേണ്ടിയും അവർ പോരാടി. വിദേശ മിഷണറിമാരുടെ ഭരണനുഖത്തിൽ നിന്ന് കുതറി മാറാൻ സുറിയാനിക്കാർ അഭിലഷിച്ചു. നാട്ടുകാരായ കത്തോലിക്കർക്ക് രാജ്യത്തെയും സഭയെയും ഭരിക്കാൻ അറിയില്ല എന്ന ധാരണ വിദേശീയർ വച്ചു പുലർത്തിയിരുന്നു. സ്വയം ഭരണം അനുവദിക്കുന്നതും സ്വന്തം ജാതിയിൽപ്പെട്ട മെത്രാനെ നൽകുന്നതും സഭയ്ക്കും ആത്മീയതയ്ക്കും തങ്ങൾക്കും കണ്ടകോടാലിയാകുമെന്നും അവർ സംശയിച്ചു. അത് അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ അവർ കാനോനികമായ കാര്യകാരണങ്ങൾ നിരത്തിവെച്ചു. ഭാരത തനിമയുള്ള ആചാരങ്ങളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും അവർ വച്ചു പുലർത്തി. സ്വയം ഭരിച്ചും സമാധാനത്തോടും ഇതര മതങ്ങളോട് നല്ല സൗഹാർദ്ദത്തിലും കഴിഞ്ഞു പോന്ന ഒരു ജനസമൂഹമായിരുന്നു നസ്രാണി ക്രിസ്ത്യാനികൾ. വിദേശീയർ ഭാരതീയരെ അടിമപ്പെടുത്തിയത് മുതൽ നസ്രാണി കത്തോലിക്കർക്ക് പല പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. പകരം വിദേശീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുവാൻ അവർ നിർബന്ധിതരായി. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും പരിഹാസങ്ങളും അനുഭവിച്ച് ജീവിച്ചു പോന്ന ഈ ജനസമൂഹത്തിൽ കാതലായ പിളർപ്പുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ലത്തീൻ സഭയുടെ മേലധികാരികൾക്കും മിഷണറിമാരുടെ ആജ്ഞകൾക്കും അടിമപ്പെടേണ്ട ഗതികേട് നസ്രാണി മക്കൾക്കുണ്ടായി. ദേവാലയങ്ങളിലെ പ്രധാന തിരുനാളുകളിൽ വിദേശീയരായ പുരോഹിതർക്ക് മാത്രമേ ബലിയർപ്പിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. തിരുനാൾ പ്രദക്ഷിണങ്ങൾ നയിച്ചിരുന്നതും ഇടവകയുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നതും അവർ തന്നെ. നസ്രാണികൾക്ക് അന്യമായിരുന്ന പല ഭക്താനുഷ്ഠാനങ്ങളും നടപ്പിലാക്കുവാൻ അവർ നിർബന്ധിക്കപ്പെട്ടു. നസ്രാണികളെ വളരെ താണ ജാതിയിൽപ്പെട്ടവരായി അവർ കണ്ടിരുന്നു. സഹികെട്ട ഒരു വിഭാഗം നസ്രാണികൾ 1653 മട്ടാഞ്ചേരിയിലെ ഒരു ദേവാലയത്തിന് മുമ്പിലെ കുരിശിൽ ഒരു കയർ കെട്ടി പ്രതിജ്ഞ ചെയ്തു, ഇനി മേലിൽ പോർച്ചുഗീസ് പരീക്ഷകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കില്ല എന്ന് ഞങ്ങൾ സത്യം ചെയ്യുന്നു. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യം. ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരവും ഇതായിരുന്നു എന്ന് പറയാം. പുതിയ റീത്തിനോട് കൂറ് കാണിച്ചവർ പുത്തൻ കൂറ്റുകാരെന്നും മാർത്തോമ നസ്രാണി സഭയിൽ മാർപ്പാപ്പായോട് വിധേയത്വം പുലർത്തി നിന്നവർ പഴയ കൂറുകാർ എന്നും അറിയപ്പെട്ടു. 1831 കർമ്മലീത്ത മൂന്നാം സഭ ഉദയം ചെയ്തപ്പോൾ ഭാരതീയ സന്യാസ ശൈലിയിൽ പുരുഷനും സ്ത്രീക്കും സ്വയം അർപ്പിച്ചും സഭയെയും സമുദായത്തെയും സേവിക്കാനുള്ള വേദികളും വഴികളും തുറന്നു കിട്ടി. മൊട്ടക്കുന്നായ മാന്നാനവും അപ്രസിദ്ധമായ കൂനമ്മാവും കായൽ തീരമായ പുളിങ്കുന്നും അമ്പഴക്കാടും എൽത്തുരുത്തും ആരംഭിച്ച CNI സന്യാസ ആശ്രമങ്ങൾ സുറിയാനിക്കാരുടെ നവോത്ഥാന ഊർജ കേന്ദ്രങ്ങളായി. നസ്രാണി സഭയിലെ ഇടവക വൈദികരായിരുന്ന വന്യരായ പോരൂക്കര തോമാ മൽപ്പാൻ, പാലയ്ക്കൽ തോമാ മൽപ്പാൻ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് മൽപ്പാൻ എന്നിവരുടെ നേതൃത്വത്തിൽ 1831 മാന്നാനത്ത് ഭാരതത്തിലെ ആദ്യത്തെ സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചു. അന്നത്തെ വരാപ്പുഴ മെത്രാൻമാർ സബലീനി അവരോട് ഒരു കൊവേന്ത അഥവാ സന്യാസാശ്രമം സ്ഥാപിക്കുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെയെങ്കിൽ അത് അവർക്കും ജനങ്ങൾക്കും ഉപകാരപ്പെടുകയും ചെയ്യുമെന്ന് അവരെ ഉപദേശിച്ചു. അല്പം വിവരവും വിജ്ഞാനവും വിശുദ്ധിയുമുള്ള നിങ്ങൾ വല്ല കാട്ടിലും പോയി ജീവിച്ചാൽ ഈ ലോകത്തെ ജനങ്ങളെ ആര് പഠിപ്പിക്കുമെന്നതായിരുന്നു മെത്രാന്റെ ചോദ്യം. സന്യാസ സഭയുടെ ആദ്യകാലങ്ങളിൽ സന്യാസ ജീവിതം ആഗ്രഹിച്ച് കടന്നു വന്നവരെല്ലാം നസ്രാണി സഭയിലെ അതിപ്രഗത്ഭരായ ഇടവക വൈദികർ തന്നെയായിരുന്നു. 1861 മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ നസ്രാണി സഭയെ ഭരിക്കുവാനെത്തിയ തോമസ് റോക്കോസ് എന്ന വ്യാജ മെത്രാനെതിരെ പോരാടുവാനും അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുവാനും നസ്രാണി സഭയുടെ ആദ്യത്തെ വികാരി ജനറലായി നിയമിക്കപ്പെട്ട ചാവറയച്ചന് സാധിച്ചു. എന്നാൽ ഒരു സജാതീയ മെത്രാനെ കിട്ടുവാൻ ആഗ്രഹിച്ച സുറിയാനിക്കാരിൽ ഒരു വിഭാഗം റോക്കോസിനെ മെത്രാനായി അംഗീകരിക്കുകയും ചെയ്തു. അന്ന് വെറും 154 പള്ളികളെ നസ്രാണി സഭയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 30 പള്ളികൾ ഭാഗികമായി റോക്കോസിനെ അംഗീകരിച്ചു. ചാവറയച്ചൻ്റെയും സഹസന്യാസികളുടെയും പുതിയ വൈദികരുടെയും ശക്തമായ ചെറുത്തുനിൽപ്പിൽ റോക്കോസിനെ നസ്രാണി സഭയിൽ നിന്ന് തുരത്തുകയും അയാൾക്കൊപ്പം നിന്ന പള്ളികളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. പ്രൊപ്പഗാന്ത തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ അലക്സാണ്ടർ ബർണബായ്ക്ക് എഴുതിയ ഒരു കത്തിൽ ചാവറയച്ചനെ ഇപ്രകാരം സൂചിപ്പിച്ചു: തോമാസ് ലിഹയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച മാർത്തോമ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ. അനേകം കൊല്ലങ്ങളായി ഞങ്ങൾക്കൊരു മെത്രാനില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് വിശ്വാസം സ്വീകരിച്ചവർക്ക് അവരുടെ സ്വന്തം മെത്രാനുണ്ട്. അതുകൊണ്ട് അത്യുന്നത തിരുമേനി നല്ലതെന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഗതി അറിയിക്കുകയാണ്. ഇവിടെ 2 മെത്രാന്മാർ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഒന്ന് ലത്തീൻ സഭയ്ക്കും
മറ്റത് സുറിയാനി സഭയ്ക്കും. സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ വർക്കി വിധേയത്തിൽ ചാവറയച്ചൻ്റെ നേതൃത്വത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: ചാവറയച്ചൻ്റെ ശക്തവും ധീരവുമായ നേതൃത്വം ഇല്ലായിരുന്നുവെങ്കിൽ മാർ തോമസ് ലീഹായാൽ സ്ഥാപിതമായ നസ്രാണി സഭ എന്ന വ്യക്തിസഭ ഇല്ലാതാവുകയോ വഴിതെറ്റിപ്പോവുകയോ ചെയ്യുമായിരുന്നു. 7 സന്യാസ വൈദികർ 1875 ജൂലൈ 28 അയച്ച ഭീമ ഹർജി പക്ഷേ പിന്നീട് സന്യാസ സഭയിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായി തീർന്നു. 7 സന്യാസ വൈദികരെയും വരാപ്പുഴ നേതൃത്വത്തിൻ്റെ ആജ്ഞയാൽ സന്യാസ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അവർ CMI സഭയുടെയും നസ്രാണി സഭയുടെയും 7 വ്യാകുലങ്ങളായി അറിയപ്പെട്ടു. 7 പേരിൽ പ്രധാനിയായ ലൂയിസ് പഴയപറമ്പിൽ പിന്നീട് എറണാകുളം രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായി. മറ്റുള്ളവർ വൈദിക വൃത്തിയിൽ തന്നെ തുടരുകയും തങ്ങളുടെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. യൂറോപ്യൻ വൈദികർ സുറിയാനി വൈദികരോട് കാണിച്ചിരുന്ന അപാരമായ അവജ്ഞയും ധിക്കാരവുമായിരുന്നു എതിർപ്പുകളുടെ പ്രധാന കാരണം. ഒരു സുറിയാനി വൈദികൻ എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നാലും, എത്ര പണ്ഡിതനായിരുന്നാലും, എത്ര വയസ്സനായിരുന്നാലും യൂറോപ്യൻ വൈദികർ അദ്ദേഹത്തെ തങ്ങളോടൊപ്പം ഇരുത്താൻ പോലും സമ്മതിക്കില്ലായിരുന്നു. ഒരു യുവ മിഷണറിയുടെ മുൻപിൽ പോലും നിന്നുകൊണ്ട് വേണ്ടിയിരുന്നു കാര്യമുണർത്തിക്കാൻ. പിന്നെ മെത്രാപ്പോലീത്തയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇതെല്ലാം വിവരിച്ച് മാർപ്പാപ്പായ്ക്ക് അയക്കുവാനുള്ള അപേക്ഷ എഴുതാൻ പഴയപറമ്പിൽ ലൂയിസ് അച്ഛനാണ് നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം തയ്യാറാക്കിയ ഹർജിയിൽ ആരൊക്കെയാണ് ഒപ്പിടേണ്ടത് എന്നതും തർക്കത്തിന് കാരണമായി. പല പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ഹർജിയിൽ ആരും ഒപ്പിടേണ്ട എന്ന് എല്ലാവരും തീർച്ചയാക്കി. അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കുറിച്ചു: ബഹുമാന്യനായ പിതാവേ, ഈ എഴുത്തിൽ ഞങ്ങളുടെ ഒപ്പ് വയ്ക്കുന്നില്ല. എതിർച്ചയാ ഞങ്ങളുടെ പേരുകൾ ഞങ്ങളുടെ വികാരി അപ്പസ്തോലിക്കായ്ക്ക് വെളിപ്പെട്ടാൽ ഞങ്ങൾ വളരെ വൈപരീത്യങ്ങളെ പ്രാപിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഹർജിയിൽ ഒപ്പൊന്നുമില്ലാത്തത്. സകല ക്രിസ്ത്യാനികളുടെയും ക്ഷേമകാംക്ഷിയായ പിതാവ് ഈ ചെറിയ ന്യൂനത ക്ഷമിക്കുമല്ലോ എന്നുകൂടി അവർ ഹർജിയിൽ എഴുതി ചേർത്തു. ഈ പേരില്ലാ ഹർജി ഒരു കൂട്ടിലിട്ട് അവർ മുദ്രവെച്ചു. ഹർജിക്കാർക്ക് തങ്ങളുടെ മാത്രം സാമർഥ്യത്തിൽ വിശ്വാസമില്ല. സർവശക്തനായ ദൈവം തന്നെ തുണ. 7 പേരും കൂടി മാന്നാനം പള്ളിയിലെ ആൾത്താരയിലെ സക്രാരിയിൽ ഈ ഹർജി കൊണ്ടുപോയി നിക്ഷേപിച്ചു. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പ്രഭുവും രക്ഷിതാവുമായുള്ളവനെ, ഞങ്ങൾ എഴുത്ത് റോമായിലേക്ക് അയക്കുന്നു. ഇത് ദൃഷ്ടമായ എളിയ പരിശ്രമമാണ്. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സിദ്ധമായാൽ ഞങ്ങൾ നിന്നോട് കൃതജ്ഞരായിരിക്കുകയും വളരെ ആത്മാവുകൾ നിന്റെ മാർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. ഇത് ഞങ്ങളുടെ എളിയ പരിശ്രമമാണ്. നിന്റെ പവിത്രമായ മനസ്സെന്നും സ്തുതിക്കപ്പെടട്ടെ. ഞങ്ങൾ സഭയിൽ നിന്ന് നിഷ്കാസിതരായേക്കാം എന്നുള്ള വിപത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുന്നതായാൽ ഞങ്ങൾ നിന്റെ സ്തോത്രങ്ങളെ ഗാനം ചെയ്യും. അനന്തരം തിരുഹൃദയത്തോടുള്ള ചില പ്രാർത്ഥനകൾ ചൊല്ലിയതിൻ്റെ ശേഷം എഴുത്തെടുത്ത് രജിസ്റ്റർ ചെയ്ത് വഴി റോമിലേക്ക് അയച്ചു. ഈ ഹർജിയിൽ പ്രശ്നങ്ങൾ വിവരിച്ച ശേഷം സുറിയാനിക്കാർക്കും ലത്തീൻകാർക്കും പ്രത്യേകം മെത്രാന്മാരുണ്ടായിരുന്നെങ്കിൽ വിപത്തുകൾ ഉണ്ടാകയില്ലായിരുന്നുവെന്നും അവർ എഴുതി. ആത്മാവുകളുടെ വലുതായ നാശത്തെ പരിഹരിക്കുന്നതിന് സുറിയാനിക്കാർക്ക് പ്രത്യേകം ഒരു മെത്രാനെ നൽകുന്നതിന് പരിശുദ്ധ പിതാവിന് തിരുവുള്ളമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മെത്രാൻ തങ്ങളുടെ സ്വന്തം ജാതിയിൽ നിന്നായിരിക്കണമെന്ന് ഹർജിക്കാർ മാർപ്പാപ്പായോട് പ്രാർത്ഥിച്ചു. ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളെക്കുറിച്ച് മാർപ്പാപ്പായ്ക്ക് സംശയമുണ്ടെങ്കിൽ വിവരമറിയിക്കുന്നതിനായി മദ്രാസിലെയോ ബോംബെയിലെയോ മൈസൂരിലെയോ കോയമ്പത്തൂരിലെയോ മെത്രാനെ അയക്കാമല്ലോ. ഇങ്ങനെ മെത്രാനെ അയക്കുന്ന പക്ഷം അദ്ദേഹം വരാപ്പുഴയിലെ അച്ഛന്മാരോട് മാത്രം ചോദിച്ചാൽ പോരാ, മാന്നാനം കൊവൈന്തയിലും വരണം. മാന്നാനമാണ് സുറിയാനിക്കാരുടെ പ്രധാന കേന്ദ്രം. മാന്നാനം കൊവൈന്തയിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനോടടുത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ സന്ദർശകൻ വരണം. എന്നിട്ട് വികാരിമാരുടെയും വൈദികരുടെയും സന്യാസികളുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി അന്വേഷണം നടത്തണം. പരിശുദ്ധ പിതാവ് ദയവായി ഒരു മെത്രാനെ അയക്കുന്ന പക്ഷം ആ വാർത്ത പുളിങ്കുന്ന കൊവൈന്തയുടെ സുപ്പീരിയറായ ബഹുമാനപ്പെട്ട യാക്കോബച്ചൻ വഴിയായി തങ്ങളെ അറിയിക്കണമെന്നും ഹർജിക്കാർ അപേക്ഷിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അത്യുത്കണ്ഠയോടുകൂടിയ ഒരു പ്രാർത്ഥനയുമുണ്ട്. തങ്ങളുടെ ഈ ലേഖനമാകട്ടെ, ഇനിയും അയക്കപ്പെടുന്ന ലേഖനങ്ങളാകട്ടെ, തങ്ങളുടെ വികാരി അപ്പസ്തോലിക്കായുടെ കയ്യിൽ വരാതെ ഇരിക്കണം. പരിശുദ്ധ സിംഹാസനത്തിലെ മറുപടികളും ആ വികാരി അപ്പസ്തോലിക്ക വഴി അയക്കരുത്. അങ്ങനെ ചെയ്താൽ വളരെ വിഷമങ്ങളുണ്ടാകും. സകല കൊവേന്തകളുടെയും പ്രിയോരും സുറിയാനിക്കാരുടെ വികാരി ജനറാളുമായിരുന്ന കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1870 ഈ സംഗതിയെക്കുറിച്ച് കർമ്മലിത്ത സഭയുടെ ജനറാളിന് അയച്ച എഴുത്തുകൾ മേൽപ്പറഞ്ഞ വികാരി അപ്പസ്തോലിക്കായുടെ കയ്യിൽ വന്നു ചേരുകയാൽ വളരെ പ്രശ്നങ്ങളുണ്ടായി. അതുപോലെയുള്ള അനർത്ഥങ്ങൾ മേലാൽ ഉണ്ടാകരുതല്ലോ. 1876 ഫെബ്രുവരി 21 ഹർജിയെക്കുറിച്ചുള്ള ചർച്ച വത്തിക്കാനിൽ നടക്കുകയും മാർച്ച് മാസം 25 ഒപ്പ ദേത്ത് എന്ന തിരുവെഴുത്ത് വഴി മലബാർ പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ
ബോംബെ വികാരി അപ്പസ്തോലിക്ക ലയോ മോയറിനെ മലബാറിലെ അപ്പസ്തോലിക് വിസിറ്ററായി നിയമിക്കുകയും ചെയ്തു. അദ്ദേഹം കേരളത്തിൽ തൻ്റെ ആസ്ഥാനമായി തിരഞ്ഞെടുത്തത് മാന്നാനം ആശ്രമമായിരുന്നു. 1876 മെയ് മാസം 23 മുതൽ 27 വരെ അദ്ദേഹം മാന്നാനം ആശ്രമത്തിൽ ഒരു സുഗനപദോസ് വിളിച്ചുകൂട്ടുകയും നസ്രാണി സഭയുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും തൻ്റെ കണ്ടെത്തലുകൾ പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കുകയും ചെയ്തു. മാന്നാനം മഹായോഗം, മാന്നാനം സൂനകദോസ് തുടങ്ങിയ പേരുകളിൽ ഈ യോഗം അറിയപ്പെട്ടു. മാന്നാനം സൂനകദോസ് ചേർന്നതിൻ്റെ 150-ാം വാർഷിക ദിനമാണ് ഇന്ന്. തുടർന്ന് 1887 മെയ് മാസം 20-ന് ഒരു തിരുവെഴുത്തിലൂടെ ലിയോ 13 മാർപ്പാപ്പ കോട്ടയം തൃശ്ശൂർ വികാരിയാത്തുകൾ സുറിയാനിക്കാർക്കായി സ്ഥാപിച്ചു. അങ്ങനെ വിദേശ ലത്തീൻകാർക്ക് നസ്രാണികളുടെ മേലുള്ള ഭരണത്തിന് തിരശീല വീണു. സുറിയാനിക്കാരെ ലത്തീൻകാരിൽ നിന്ന് വേർപെടുത്തി നിയമിച്ച തിരുവെഴുത്ത് ഊട്ടി ആസ്ഥാനമാക്കിയ പേപ്പൽ ഡെലിഗേറ്റ് മോൺസിഞ്ഞോർ അന്ത്രയോസ് തൃശ്ശൂർ വികാരിയാത്തിലെ പള്ളികൾക്കുള്ളത് എൽത്തുരുത്ത് ആശ്രമത്തിലെ പ്രിയോർക്കും കോട്ടയം ചങ്ങനാശ്ശേരി വികാരിയാത്തിലേത് മാന്നാനം ആശ്രമ പ്രിയോർക്കുമാണ് അയച്ചു കൊടുത്തത്. കോട്ടയം ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ സ്ഥാപന പ്രഖ്യാപനവും ആദ്യമെത്രാൻ ഡോക്ടർ ചാൾസ് ലെവിഞ്ഞിൻ്റെ നിയമനപത്ര വിളംബരവും അദ്ദേഹത്തിന് ആദ്യമായി സ്വീകരണം നൽകിയതും മാന്നാനം കുന്നിലായിരുന്നു. ചങ്ങനാശ്ശേരിയിലേക്ക് തൻ്റെ ആസ്ഥാനം മാറുന്നതുവരെ മാന്നാനം ആശ്രമമായിരുന്നു ചാൾസ് ലെവിഞ്ഞിൻ്റെ അരമന.